ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ഞാനൊന്ന് ഉച്ചയായപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ എനിക്കുണ്ടായിരുന്നു. ഞാനത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊല്ലത്ത് പോവാണ്. കൊല്ലം നമ്മൾ ജെറോം നഗറിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഏകദേശം അവർ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലേറ്റായി പോയി, കാരണം എനിക്ക് പെട്ടെന്നൊരു വിളി വന്നതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വിളി വിളിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ശനിയാഴ്ച രാവിലെയാണ് ഞാൻ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ശനിയാഴ്ച രാവിലെയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് എനിക്ക് വിളി വന്നത്. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോഴാണ് വണ്ടി കയറിയതും. ഭാഗ്യത്തിന് വേഗം തന്നെ നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ബ്ലോക്കായിരുന്നു, കുറച്ച് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി സമയം ഇങ്ങനെ വെയിറ്റിങ്ങിലൊക്കെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഏകദേശം അങ്ങോട്ട് പോയപ്പോൾ ഫാസ്റ്റിലാണെങ്കിലും നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ സമയം എടുത്ത് ഒരു മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞ് നമ്മൾ കൊല്ലം എത്തിയപ്പോഴത്തേനും. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്തത് ചിന്നക്കടയിലോട്ടായിരുന്നു. എന്തായാലും സമയമായപ്പോഴത്തേനും ഒരു 2:30-3 മണിയൊക്കെ ആയി ഞാനങ്ങ് എത്തിയപ്പോഴത്തേനും. അപ്പം അത്രത്തോളം താമസിച്ചാണ്, ഒരുപാട് ലേറ്റ് ആയിട്ട്. എന്ന് വെച്ചാൽ നല്ല ബ്ലോക്കാണ്. ഇപ്പം എന്തോ ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഉത്സവ കാര്യങ്ങളോ അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ്, ഒരുപാട് ലേറ്റായി. അപ്പം ഞാൻ ചിന്നക്കടയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നല്ലൊരു നടപ്പ് ഞാൻ നടന്നു. ചിന്നക്കട ഇറങ്ങി കുറച്ച് ഒരു 5 മിനിറ്റത്തെ നടപ്പ് പോലും ഇല്ല. അപ്പം നടന്ന് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നമ്മുടെ കണക്കിന് അവിടെ കുറച്ചൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നടന്നു പോകുമായിരുന്നു. നല്ല വെയിലാണ്, പക്ഷെ കുട കൈ കരുതിയിട്ടുണ്ടാണ്ട് രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാൻ. അല്ലെങ്കിൽ ഈ വെയിലത്ത് നമ്മൾ വല്ല സൂര്യതാപവും ഏറ്റ് പൊള്ളലേറ്റ് പിന്നെ അതിൻ്റെ പേരിൽ വേറെ വേറെ പ്രശ്നങ്ങളാവും. എന്തായാലും ഭാഗ്യത്തിന് ഞാൻ നടന്നു പോയിട്ട് അപ്പോഴത്തേക്കും ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് അവരെനിക്ക് ഫ്ലോറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഒത്തിരി ഇതായതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ തന്നെ ആർക്കും അറിയത്തില്ല. അതാണ്ട് ഈ പോകുന്നവരാണ് നമ്മുടെ ടീം അംഗങ്ങൾ. അപ്പോൾ ഇവർ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഓൾ ഇന്ത്യയാണ് നമുക്ക് ഡെലിവറി ആയിട്ടും അല്ലാതെയും ചെയ്യേണ്ട ഒരു ജോലി വർക്കിങ്. പക്ഷേ ഓൾ കേരള ഇന്ത്യയും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും ശ്രമിക്കാം. അങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂർ പോയി കഴിഞ്ഞ് പിന്നെ ഏകദേശം തിരികെ ഞാൻ വണ്ടിയിൽ കയറാൻ നേരത്തേക്ക് നമ്മുടെ പുള്ളൂർ നേരിട്ടുള്ള ബസ് കിട്ടി. പക്ഷേ ഓർഡിനറി ആയിരുന്നു. അപ്പോൾ അതിൽ കയറിയപ്പോഴത്തേനും നമ്മുടെ ഇരിക്കണോ ഇവിടെ എത്തിയപ്പോഴത്തേനും BJP സമ്മേളനമായിരുന്നു. ഇത് എന്താ സമ്മേളനമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞാനങ്ങനെ കയറിയിരുന്നു. പക്ഷെ അവരെന്നോട് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അന്ന് തന്നെ പിന്നെ ലേറ്റായി പോയി. ഞാൻ വീടെത്തിയപ്പോൾ തന്നെ ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരിച്ചും വന്നപ്പോഴും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, പിന്നെ ഓർഡിനറി ബസ്സാണ്, പിന്നെ നല്ല വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ. അങ്ങനെ എത്ര സമയം വെയിറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഉറക്കമൊക്കെ വന്നെങ്കിൽ കണ്ണൊക്കെ തിരി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ കൊട്ടാരക്കരയിൽ വന്നപ്പോഴാണ് ഞാൻ ഈ ബസ് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ KB ഗണേഷ് കുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോയിലൂടെ അല്ലാതെ നേരിട്ട് ഈ ബസ് കണ്ടിട്ടില്ല. എങ്കിലും കൊള്ളാം, നല്ല ലോങ് ട്രിപ്പാണത്. ഇപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒന്ന് കണ്ടപ്പോഴത്തേനും അത് കോഴിക്കോട് ട്രിപ്പാണ്. അപ്പം ലോങ് ട്രിപ്പാണ്, നല്ല AC ബസ്സാണ്. ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്പരും നേരിട്ട് കാണാൻ പറ്റിയ നല്ല രസമുണ്ട്. നമ്മുടെ കഥകളിയിലൊക്കെ ഒരു രൂപം കണ്ടിട്ട് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. അടിപൊളിയാണത് കാണാനായിട്ട്. വീണ്ടും ശേഷം അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ ഈ എവിടെയെങ്കിലുമൊക്കെ എത്തുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും അങ്ങനെ പലയിടത്ത് അങ്ങനെ കുരുങ്ങി വെച്ചു. പക്ഷേ ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ അധികം ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് തിരിച്ചു വിട്ടില്ല. എൻ്റെ കോലം കണ്ടില്ലേ, ആഹാരവും കഴിക്കാണ്ട് ഒന്നും കഴിക്കാണ്ട് വെള്ളം മാത്രം ശരണം വെച്ച് കുടിച്ച് പോയ എൻ്റെ ഒരു കോലം കണ്ടില്ലേ. ഇനി ഇതെന്താവോ എന്തോ. അടുത്ത വിളിയിൽ അപ്പം നമുക്ക് ബാക്കി സംസാരിക്കാം. ബൈ ബൈ.